കണ്ണൂർ ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് സമരം. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്കെതിരെ അമിത പിഴ ഈടാക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സൂചനാ പണിമുടക്ക്. കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പരിഹാരമായില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ സൂചനാ പണിമുടക്കിന് കാരണമായ സംഭവ വികാസങ്ങൾ എന്താണ്? ഈ പെട്ടെന്നുള്ള പണിമുടക്ക് പ്രഖ്യാപനമായിരുന്നോ? യാത്രക്കാരെ കാണാം, അവരാകെ വലയുന്നുണ്ടോ? തീർച്ചയായും വീണ, അതുതന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശമായ സമീപനം ഉണ്ടാകുന്നു എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. കാരണം പലയിടത്തും ബസ്സുകൾ നിർത്തിയിടുന്ന സമയത്ത് ബസ്സിന്റെ ഫോട്ടോ എടുത്തടക്കം പിഴ ചുമത്തുന്നൊരു പരാതിയാണ് ബസ് ഉടമകളെ സംബന്ധിച്ചുള്ളത്. അത് ആ ആവശ്യത്തെ സംബന്ധിച്ച് നിരവധി തവണ ചർച്ച നടത്തി ഇത്തരം അനാവശ്യ പിഴകൾ ബസ് ഉടമകൾ ബസ്സിന് ചുമത്തി നൽകരുത് എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ബസ് ഉടമകൾ നൽകിയതാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ചർച്ചകൾ തുടർച്ചയായി അലസിപ്പോയ പശ്ചാത്തലത്തിലാണ് ഇന്ന് സൂചനാ പണിമുടക്ക് നടത്താൻ വേണ്ടി ബസ് ഉടമകൾ തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും പണിമുടക്കിക്കൊണ്ടാണ് ഈ ഒരു നീക്കത്തോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ സമരത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ വരുന്ന 18-ാം തീയതി മുതൽ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിത കാലത്തേക്ക് പണിമുടക്കാൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ഈ സ്വകാര്യ ബസ് സമരം ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. റൂട്ടുകളെല്ലാം തന്നെ മുടങ്ങിയ സാഹചര്യത്തിലാണ് KSRTC നടത്തുന്ന സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു ആശ്വാസമായിട്ടുള്ളത്. വീണ.